മനസ്സുകൾക്ക് ആശ്വാസമേകാൻ പ്രത്യാശയുടെ ഉജ്ജ്വല പ്രകാശവുമായി ചേലക്കര പെന്തക്കോസ്റ്റ് ഫെസ്റ്റ് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ മേപ്പാടം ഷാലോം നഗറിലാണ് ഈ ആത്മീയ മഹാസംഗമം അരങ്ങേറുന്നത്. വൈകിട്ട് 6 മണി മുതൽ പാസ്റ്റർമാരായ അനീഷ് ഏലപ്പാറ, സുഭാഷ് കുമരകം, ജോമോൻ ജോസഫ് എന്നിവർ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. രോഗപീഠകൾ അനുഭവിക്കുന്നവർക്കും ജീവിതഭാരങ്ങളാൽ വലയുന്നവർക്കും വേണ്ടി പ്രത്യേക വിടുതൽ പ്രാർത്ഥനകൾ ഈ സായാഹ്നങ്ങളെ അനുഗ്രഹ സാന്ദ്രമാക്കും. ആത്മീയ നിറവിന്റെ ഈ അസുലഭ നിമിഷങ്ങളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വെച്ചൂർ പശുക്കളും ബില്വാദ്രയും ഗീറും അണിനിരക്കുന്ന മായന്നൂർ തണൽ ബാലാശ്രമത്തിലെ ഗോശാല വിശേഷങ്ങളിലേക്ക്. അപൂർവ ഇനം നാടൻ പശുക്കളെ സംരക്ഷിച്ചുകൊണ്ട് പൈതൃക സംരക്ഷണത്തിന്റെ മാതൃക ഒരുക്കുകയാണിവിടം. ഭാരതീയ സംസ്കാരത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും സംരക്ഷണം ലക്ഷ്യമിട്ട് മായന്നൂർ തണൽ ബാലാശ്രമം നടത്തുന്ന ഗോസംരക്ഷണ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. വംശനാശം നേരിടുന്ന നാടൻ പശുക്കളുടെ വലിയൊരു ശേഖരം തന്നെ ബാലാശ്രമത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഗോശാലയിൽ ഒരുക്കിയിട്ടുണ്ട്. ലോകപ്രശസ്തമായ വെച്ചൂർ പശുക്കൾ, ഗുജറാത്തിൽ നിന്നുള്ള ഗീറിനങ്ങൾ, നമ്മുടെ നാടിന്റെ തനതായ ബില്വാദ്രി പശുക്കൾ എന്നിവയ്ക്കാണ് ഇവിടെ പ്രത്യേക പ്രാധാന്യം നൽകുന്നത്. നിള സേവാ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സംരംഭം വരും തലമുറയ്ക്ക് ഭാരതീയ ഗോപൈതൃകത്തെ പരിചയപ്പെടുത്താനുള്ള ഒരു വിജ്ഞാന കേന്ദ്രം കൂടിയാണ്. ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇന്ത്യൻ ബ്രീഡ്സ്, സ്വദേശി ഗോക്കള് എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ ഈ ഒരു ഗോശാല തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിലെ ബ്രീഡാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ ഭാഗത്ത് നിൽക്കുന്നതൊക്കെ വെച്ചൂര്, കാസർഗോഡ് ഡാർഫ്, മറ്റേ വില്ലുവാതിരി, ആ തരത്തിലുള്ള മലനാടൻ ഗിഡ, ആ തരത്തിലുള്ള പശുക്കളാണ്. ഇത് കുറച്ചെണ്ണം ഗീറാണ്. നമുക്കൊരു സ്ഥലത്ത് ഒരു ആശ്രമത്തിൽ നിന്ന് 2 ഗീർ പശുക്കളെ കിട്ടി. അതിൻ്റെ വംശവർധന നടന്നിട്ടാണ് 5-6 ഗീർ പശുക്കളായിട്ടുള്ളത്. ഇത് നമുക്ക് പുറത്ത് കുറച്ച് ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? അതായത് നമ്മൾ പശുക്കളെ സ്നേഹിച്ച് വളർത്താൻ താല്പര്യമുള്ളവർ, നാടൻ പശു എന്നുള്ള നിലയ്ക്ക് വളർത്താൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ അങ്ങോട്ട് ഗോദാനായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനു പുറമെ പല സ്ഥലത്തുനിന്നും പശുക്കളെ വളർത്താൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങോട്ട് ഗോദാനായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ കോഴിക്കോട് ഒരു ഭാഗത്തുനിന്ന് ഒരു ക്ഷേത്രത്തിൽ നിന്ന് ആ ക്ഷേത്ര കമ്മിറ്റിക്ക് അത് കൊണ്ടു നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 2 തവണയായിട്ട് 5 പശുക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. നമ്മൾ അങ്ങനെ വിൽപ്പന പതിവില്ല. ഇവിടെ നിന്നുള്ള ശുദ്ധമായ പാലും പാലുൽപ്പന്നങ്ങളും ബാലാശ്രമത്തിലെ കുട്ടികളുടെ ആരോഗ്യത്തിനായി ഉപയോഗിക്കുന്നു. കൂടാതെ ചാണകവും ഗോമൂത്രവും പ്രയോജനപ്പെടുത്തി ജൈവ കൃഷി രീതികളും ഇവിടെ പ്രാവർത്തികമാക്കുന്നുണ്ട്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരുടെ സഹകരണത്തോടെ മുന്നേറുന്ന ഈ ഗോശാല ഗോക്കളെ പരിപാലിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഐശ്വര്യത്തിന്റെയും മാനസിക സമാധാനത്തിന്റെയും ഉത്തമ ഉദാഹരണമായി മാറുകയാണ്. CCV ന്യൂസ്, മായന്നൂർ.